ഹായ് എവരിവൺ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് സീ ഓഫ് ലവ് കടലോളം സ്നേഹം എന്ന സിനിമയിലെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്. വെൽക്കം. താങ്ക് യു. അതെ, എല്ലാവരും ഇങ്ങനെ ചിരിച്ചിരിക്കുന്നു. സീ ഓഫ് ലവ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ഇരിക്കുകയാണ്. അതെ, കടലോളം സ്നേഹം. അപ്പോ ആദ്യം നിന്നാണ് സിനിമ. ആ സീ ഓഫ് ലവ് ശരിക്കും എന്താണ്? സിനിമയെ പറ്റി കൂടുതൽ പറയാൻ വേണ്ടി ക്യാരക്ടർ അങ്ങനെയൊക്കെ. സീ ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രണയം, സ്നേഹം എന്നുള്ളതാണ്. അതായത് പരസ്പരം മനസ്സിലാക്കുന്ന രണ്ട് വ്യക്തികൾ, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന രണ്ട് സ്ത്രീകൾക്ക് തോന്നുന്ന പരസ്പര ആകർഷണവും അവരുടെ ആശയവിനിമയങ്ങളും പിന്നെ അവരുടെ കടലോളം പരന്നു കിടക്കുന്ന സ്നേഹവും. സമൂഹം അവരെ ഒറ്റപ്പെടുത്തുമ്പോൾ പോലും അവർ രണ്ടുപേരും വല്ലാതെ അടുക്കുന്നു, അവർ രണ്ടുപേരും ആശ്വസിക്കുന്നു, നമ്മുടേതായ സ്വന്തമായ നിമിഷങ്ങളെ കെട്ടിപ്പടുത്തുണ്ടാക്കുന്നു. അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് സ്ത്രീകൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് സപ്പോർട്ട് നൽകുന്ന സിനിമയാണിത്. ലെസ്ബിയൻ കണ്ടന്റ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പൊതുവെ അങ്ങനത്തെ കോണ്ടന്റ് സിനിമ വരുമ്പോൾ ഭയങ്കര ചർച്ചയായി, കോൺട്രവേഴ്സ്യൽസ് ആയി. അപ്പൊ അങ്ങനത്തെ അതിനുള്ളൊരു സ്കോപ്പും കൂടെ ഉണ്ടാവില്ലേ സിനിമ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവുമായിരിക്കും അല്ലേ? കാരണം അങ്ങനത്തെ അതായത് രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള പ്രണയമാണെങ്കിൽ പോലും അത് ഏതൊരു സിറ്റുവേഷനിലാണ് സാധാരണ സമപ്രായക്കാർ തമ്മിലുള്ള പ്രണയങ്ങളായിരുന്നു. പക്ഷെ ഇതിനകത്ത് ഒത്തിരി ഏജ് വ്യത്യാസമുള്ള രണ്ട് സ്ത്രീകളാണ്. അപ്പൊ പ്രണയത്തിന് മുന്നിൽ ഏജ് ഇല്ല, വർണ്ണമില്ല, വർഗമില്ല, രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. അവര് പരസ്പരം തിരിച്ചറിയുന്നു, പ്രണയിക്കുന്നു. ഇപ്പൊ നിങ്ങൾ മൂന്നേരം ഇപ്പൊ ചേട്ടൻ പ്രൊഡ്യൂസറാണ്, ദേവൻ ചേട്ടൻ കോറൈറ്ററാണ്. അതുകൂടാതെ നിങ്ങൾ മൂന്നേരം സിനിമയിൽ ഒരു ക്യാരക്ടറും ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ നിങ്ങളുടെ ക്യാരക്ടേഴ്സിനെ പറ്റി പറയാം. ആദ്യം മീര ചേച്ചി, സ്ത്രീകളുടെ ഒരു പ്രണയങ്ങളെ കൊണ്ട് ചേച്ചിനെ പറയാം. ക്യാരക്ടറിന്റെ പേര് ജയന്തി എന്നാണ്. അപ്പൊ ഇതിനകത്ത് നമ്മള് ചുറ്റും കാണുന്ന ഒരുപാട് സ്ത്രീകളെ പോലെയാണ് ജയന്തി. അതായത് അവരുടെ വീടുകാർക്ക് വേണ്ടി, മക്കളെ വേണ്ടി, വേണ്ടിയൊക്കെ ജീവിക്കുന്നത്. അവര് കുറെ കാലം മുമ്പ് അവരുടെ ഭർത്താവ് മരിച്ചു, മകളെ വളർന്നു വരുന്നതാവും, അതിനുശേഷം അവർ ഒറ്റപ്പെട്ടു പോകും. അപ്പൊ ഇത്തരം സ്ത്രീകളെ നമുക്ക് ചുറ്റും ഒരുപാട് കാണാറുണ്ട്. അവനവന് വേണ്ടി ജീവിക്കാൻ മറന്നു പോകുന്ന സ്ത്രീകളാണ്. അപ്പൊ അങ്ങനത്തെ സ്ത്രീയാണ് ജയന്തി. അവരുടെ ആ ഒരു ജീവിതത്തിൽ അവര് സ്നേഹം തേടി പോകുന്നില്ലെങ്കിലും അവർ സ്നേഹം കണ്ടെത്തുക. അത് നമ്മളൊരു കൺവെൻഷണൽ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സ്ഥലത്തുനിന്നല്ല ഈ സിനിമയിൽ അവർക്ക് സ്നേഹം വരുന്നത്. അത് മറ്റൊരു സ്ത്രീയിൽ നിന്നാണ്, പ്രായത്തിൽ അവരെക്കാളും കുറഞ്ഞൊരു സ്ത്രീയിൽ നിന്നാണ്. അങ്ങനെ നമ്മളൊരു പ്രതീക്ഷിക്കാത്ത ഒരു, ഞാൻ എപ്പോഴും പറയുന്ന പോലെ സ്ത്രീകൾ ഒരുപാട് കോംപ്ലക്സിറ്റിയിലുള്ള ആൾക്കാരാണ്. അത്തരം ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഉള്ള, ഒരുപാട് ഇമോഷൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ക്യാരക്ടർ. എന്റെ ക്യാരക്ടറിനെ പറയുകയാണെങ്കിൽ രതീഷ് എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ഇതില് ജയന്തിയുടെ മകനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. രതീഷ് ഒരു ഫോറിനിൽ നിന്ന് വന്ന് താമസിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അപ്പം അതിലുള്ള രതീഷിനൊരു പ്രണയം ഉണ്ടാവുന്നു. അങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു കഥ പോകുന്നത്. ഒരു ഇന്റർവെല്ലിന് ശേഷമാണ് അതിലൊരു സസ്പെൻസും ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ സായി നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. അതെ. ഞാനൊരു കോറൈറ്ററാണ്. ഞാനൊരു വേഷം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് സിനിമയെ പറ്റി പറയാന്ന് വെച്ചാല് സമൂഹത്തിന്റെ വ്യവസ്ഥകളെ വെല്ലുവിളിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. എന്ന് പറയുമ്പോൾ അത് ഒരു അവകാശവാദമല്ല. കാരണം സമൂഹത്തിന്റെ വ്യവസ്ഥകളെ വെല്ലുവിളിക്കുന്ന സിനിമകൾ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്, അത് ഇനിയും ഉണ്ടാവും, ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അത്തരത്തിൽ സമൂഹത്തിന്റെ വ്യവസ്ഥകളെ, തെറ്റായ പൊതുബോധത്തിനെതിരെ വെല്ലുവിളിക്കുന്ന, അതിനെതിരെ പോരടിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. എളുപ്പമുള്ള ഒരു സിനിമയല്ല. അപ്പൊ നമുക്ക് എല്ലാവരും പ്രീതിപ്പെടുത്താൻ വേണ്ടി എടുക്കുന്ന ഒരു സിനിമയല്ല. എന്ന് മാത്രമല്ല, ഇതിന്റെ ഇപ്പൊ നമ്മൾ കഥ ഇതിന്റെ രൂപപ്പെടുത്തുമ്പോൾ തന്നെ, ഇതിന്റെ ഒരു ബീജാവസ്ഥയിൽ തന്നെ ഇത് ആരെയാണ് എവിടെയാണ് ഇത് ഇതിന്റെ ഒരു ഹിറ്റിംഗ് ഏരിയ ഉണ്ടല്ലോ, അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നമുക്കതിനെ പറ്റി വ്യക്തതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ലെസ്ബിയൻ കണ്ടന്റ് സിനിമ സംസാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ സിനിമ സംസാരിക്കുമ്പോൾ, അങ്ങനെയുള്ള കഥാപാത്രങ്ങളുള്ള സിനിമ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് പാത്ര സൃഷ്ടിയിൽ തന്നെ അങ്ങനെ പ്രത്യേകമായിട്ട് ജീവിക്കുന്ന ഒരു ആളുടെ ലൈഫ് എടുത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കാണിക്കുമ്പോൾ ഒരു പ്രശ്നമല്ല, അതിന്റെ ഒരു സമൂഹത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമൂഹം അതിനെ കാണുന്നത് അത് വേറെ അന്യഗ്രഹ ജീവികളാന്നുള്ള രീതിയിൽ അവരതിനെ കണ്ടും തള്ളുകയാണ് ചെയ്യുന്നത്. അതിനെ ഒരു വിമർശിക്കാൻ പോലും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്, അവരത് ബാധിക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ ഈ സിനിമ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഞാൻ പറയുന്നത്. അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും വൾഗാരിറ്റി ഉള്ള ഒരു സീനുള്ള അർത്ഥത്തിലല്ല ഞാനത് തെളിച്ചു പറയുന്നത്. ഇതിന്റെ ആശയം ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ, ഇപ്പോ താങ്കൾ എവിടെ ഇരിക്കുന്നു, താങ്കളുടെ അമ്മ ഒരു ലെസ്ബിയനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു പ്രകോപനം ഉണ്ടാവും. അതാണ് വ്യത്യാസം. അതായത് ഞാൻ വേറൊരാള് ലെസ്ബിയൻ ആണെന്ന് ഞങ്ങൾക്ക് ദേഷ്യം വരണമെന്നില്ല. ഇപ്പൊ എന്റെ അമ്മ ലെസ്ബിയൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഞാൻ ലെസ്ബിയൻസിനെ അംഗീകരിക്കുന്നു എന്ന് പറയും. എന്റെ അമ്മ ലെസ്ബിയൻ ആണെന്ന് എന്നോട് പറഞ്ഞ് ഞാൻ അംഗീകരിക്കും. അതാണ് അവിടുത്തെ ചോദ്യം. അവിടെ മാറി കളി. ഇതാണ് വ്യത്യാസം. ഞാൻ ലെസ്ബിയൻസിനെ അംഗീകരിക്കും, എന്റെ അമ്മ ലെസ്ബിയൻ ആണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കും എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അതൊരു പ്രകോപനമാണ് എന്ന് പറയുന്നതാണോ? അതായത് നമ്മൾ അങ്ങനെ ഇതിനകത്തെടുത്ത ക്യാരക്ടേഴ്സ് ആയാലും നമ്മളുടെ ഇടയിൽ കാണുന്ന അമ്മ, അമ്മായി, മകൾ അങ്ങനെ വന്നു കഴിയുമ്പോണ്ടല്ലോ ഇത് പ്രേക്ഷകൻ എന്ന് പറയുമ്പോൾ ഒരു പ്രകോപനപരമാണ്. നമ്മൾ ഒരു അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാളെ എടുത്ത് കാണിക്കല്ല. നമ്മൾ ചുറ്റും കാണുന്ന നമ്മളുടെ കൂടെ ഒരു സിനിമ കാണുന്ന അമ്മയാണ് അതിൽ കഥാപാത്രമായിട്ട് കാണുന്നത്. ഇത് പ്രകോപനപരമാണ്. ഇത് തന്നെ വലിയൊരു പ്രകോപനം. അങ്ങനത്തെ തീമിനെ എടുത്ത് നമ്മളതിനെ കൺവിൻസിങ് ആയിട്ട് കാണിച്ച് ആ ഇമോഷൻ, ഇവർക്കിടയിലുള്ള പ്രണയം അത് കണ്ടിറങ്ങുമ്പോൾ സമയത്ത് അവരുടെ ഇമോഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്നതാണ്. ഒരു റൊമാൻറ്റിക് സിനിമ, നമ്മളിപ്പോ ഒരു പ്രേമ സിനിമ നമ്മൾ കണ്ടു, ഇപ്പൊ നിറം അല്ലെങ്കിൽ അനീതിപ്രാവ് എന്തുകൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത്? ആ രണ്ട് കഥാപാത്രങ്ങൾ ഒരുമിക്കണമെന്ന് നമുക്ക് തോന്നുന്നതുകൊണ്ടാണ് ആ സിനിമ നമുക്ക് ഇഷ്ടപ്പെടുന്നത്. ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള സിനിമ അല്ല, മറിച്ച് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. കൊമേഴ്ഷ്യൽ ആയിട്ട് പോകുന്ന നല്ല പാട്ടുകളുള്ള എൻഗേജിങ് ആയ ഒരു മൂവിയാണ്. അങ്ങനെ തന്നെയാണ് സാഹിത്യം ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ആ സ്ഥലത്തിലെല്ലാം സ്റ്റാർട്ടിങ് ടു എൻഡ് ഇതൊരു കൊമേഴ്ഷ്യൽ മൂവി ആയിരിക്കണം നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അല്ലാതെ ബോർ അടിപ്പിക്കുക, ഒരു സീൻ വെച്ചിട്ട് 10 മിനിറ്റ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക, തന്നെ വെച്ചിട്ട് ബോർ അടിപ്പിക്കുക, ആൾക്കാരെ നീറ്റ് പോവുക, അങ്ങനെയല്ല. അങ്ങനെ ഉണ്ടാവുന്ന നിർബന്ധമുണ്ട്. പിന്നെ ഇതൊരു ഗ്രാമപ്രദേശത്ത് നടക്കുന്ന സാധാരണ എങ്ങനെ ഒരു കമ്മ്യൂണിറ്റി നമ്മള് ഇപ്പോഴാണ് ഇതിനൊരു പേരിട്ട് വിളിക്കുന്നത്, പണ്ട് കാലത്തും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആരും തിരിച്ചറിയപ്പെടുന്നില്ല. അതെന്താന്ന് കൂടി നമുക്കറിയില്ല, നമ്മളിത് ചർച്ചയാക്കുന്നില്ല. അവർക്കും ഒരു വിമിഷ്ടം, ഇത് എന്താന്ന് പറയാ. വീട്ടിലുള്ളവരോട് പോലും പറയാൻ നിവൃത്തിയില്ല. വീട്ടിലുള്ളവർ പോലും ഇതിനൊരു അപശകുനമായിട്ട് കാണുന്ന ഒരു ഇതാണ്. അവരുടെ ഒപ്പം കൂട്ടുകൂടണ്ട എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നവരാണിത്. നാട്ടുമ്പുറത്തുള്ളവരൊക്കെ ആണെങ്കിലും അതെ. അപ്പൊ നാട്ടുമ്പുറത്തുള്ള ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവൾ ആരെടുത്താ പറയാ? ആരും അവൾക്ക് സംസാരിക്കാനില്ല. സാധാരണ ഒരു വീട് തീർപ്പുകാരി പെൺകുട്ടിയുടെ ഒരു അവസ്ഥയാണ്. അപ്പൊ അവൾക്ക് അങ്ങനെ ഒറ്റപ്പെട്ടവളിങ്ങനെ നിൽക്കുന്നു, വീട്ടില് പറയാൻ പറ്റുന്നില്ല, പുറത്ത് പറയാൻ പറ്റില്ല, ഫ്രണ്ട്ഷിപ്പ് ഇല്ല. എന്നാൽ തന്റെ ജെൻഡർ ഇതാണ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള അവസ്ഥയിൽ വിമർശപ്പെട്ട് നിൽക്കുകയാണ്, വീർപ്പുമുട്ടി നിൽക്കുമ്പോഴാണ് തന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി, അതിപ്പോ ആരുടെ അമ്മയാണോ അല്ലെങ്കിൽ അനിയത്തിയാണോ എന്നൊന്നും വിചാരിക്കില്ല, ആ വ്യക്തിയുമായിട്ട് ഇതിങ്ങനെ പങ്കുവെക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആത്മനിർവൃതി, അതൊരു പ്രണയത്തിലേക്ക് വളരാം. ആ വ്യക്തിയാണെങ്കിലും ഭർത്താവ് ഇല്ലാതെയും മക്കളാണെങ്കിലും, ഒരു സ്ത്രീ എപ്പോഴും സ്വന്തം സ്വപ്നങ്ങളുടെ പിന്നാലെ പോകാത്തവളാണ്. സാധാരണ സ്ത്രീകൾ അവർ മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷെ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ എപ്പോഴും, സ്ത്രീകളെന്നല്ല, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം. നമ്മുടെ സ്ത്രീകൾ എപ്പോഴും അവനവന്റെ സ്വപ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു വേണം ജീവിക്കാനായിട്ട്. അപ്പോ അതുകൊണ്ട് തന്റെ സ്വപ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് താൻ ജീവിച്ചു എന്ന് ബോധ്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെ രണ്ടുപേരും ഒരേ മനസ്സോടെ സംഗമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ, അതിനെ മനോഹരമായ റാസ ബീഗത്തിന്റെ ഗസൽ സോങ്ങിന് മിഴി കൊണ്ട് മാത്രം പ്രണയം പറഞ്ഞ അങ്ങനെ സോങ്ങിന്റെ അതേ രാഗം ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം BGM എന്ന് പറഞ്ഞ കുട്ടിക്കാലം പോലെ ഞാൻ IV സാറിന്റെ പടങ്ങളാണ് എന്നെ അതിന് അട്രാക്ഷൻ ആക്കിയത്. അതുകൊണ്ട് ഞാൻ രഞ്ജിത്ത് മേലേപ്പാട്ട് BGM ചെയ്തു, രാജേഷ് ശർത്തലെ കൂടിയിട്ട് ചെയ്തു എന്നതാണ്. വളരെ രസകരമായ രീതിയിൽ ആ പാട്ടിനെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇച്ചിരി ഇതൊരു കോൺട്രവേഴ്സി ആവാൻ ചാൻസ് ഉണ്ട്, ഡിസ്കസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. കാരണം ഇപ്പൊ നമ്മൾ ലെസ്ബിയൻസിന് ഒരു ക്യാരക്ടർ കൊടുക്കുന്നു, അല്ലെങ്കിൽ ലെസ്ബിയൻ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ മിക്കതും യങ് ആയിരിക്കും, അല്ലെങ്കിൽ വരുന്ന രണ്ട് പേഴ്സും രണ്ടും സെയിം ഏജ് ആയിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് ഒരു ഏജ് ഗ്യാപ്പ് ഉണ്ട്, പിന്നെ നാട്ടിൻപുറം, ഒരമ്മ, അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻ, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു ക്യാരക്ടർ കേട്ടപ്പോൾ അത് ചെയ്യാനൊക്കെ. ഇതുകൊണ്ട് തന്നെയാണ് ക്യാരക്ടർ മിക്സിങ് ആവുന്നത്. നമ്മൾ ഈ ടിപ്പിക്കൽ കാണുന്ന കുറെ ക്യാരക്ടേഴ്സ് അല്ലാതെ ശരിക്കുള്ള സ്ത്രീകൾ, നമ്മുടെ ചുറ്റിനുള്ള ശരിക്കുള്ള സ്ത്രീകൾ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ത്രീകളാണ്. അപ്പം അവരെ സ്ക്രീനിൽ അവരായിട്ട് കാണിക്കാൻ കഴിയപ്പെടുന്നവരെ വളരെ കുറച്ച് പേര്. സായും ദൈവവും ഒക്കെ വളരെ ധൈര്യത്തോടുകൂടി അങ്ങനെ തന്നെ കാണിച്ചിരിക്കുകയാണ്. സ്ത്രീകളെ എന്തൊക്കെയാണ് അവരുടെ ഡിസൈൻസ്, ഒരു ഇൻഡിവിജ്വലാണ് എന്നൊരു കാര്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ എനിക്ക് നല്ല പോസിറ്റീവ് വശങ്ങളായിട്ടാണ് തോന്നിയത്. അതൊരു ക്യാരക്ടർ സ്ക്രീൻ ചെയ്യാൻ പറ്റിയത് വലിയായിട്ട് തന്നെ. ഇപ്പൊ പൊതുവെ നമ്മൾ പറയാറുണ്ടല്ലോ, ഒറ്റയ്ക്ക് അല്ലെങ്കിൽ സ്ത്രീകൾ ഭയങ്കര കോംപ്ലക്സ് ആയതുകൊണ്ട് അണ്ടർസ്റ്റാൻഡ്, ഇപ്പൊ പുരുഷന്മാർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു പവർ ഇച്ചിരി കുറവാണ്, അവരെ മനസ്സിലാക്കാനുള്ള ഒരു പവർ കുറവാണ്, അവർ ഭയങ്കര കോംപ്ലക്സ് ക്യാരക്ടറാണ്. അപ്പൊ ഒരു സ്ത്രീനായിരിക്കും സ്ത്രീനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റാന്ന് തോന്നിയിട്ടുണ്ട്.
അത് നമ്മൾ വർഗം തിരിക്കേണ്ട കാര്യമില്ല അതിന്. ഇതെല്ലാം നമ്മൾ മനുഷ്യരാണെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ മനനം ചെയ്യുന്നവരാണ് മനുഷ്യരെന്നാ പറയണത്. അപ്പൊ അത് രണ്ട് ആണായാലും പെണ്ണായാലും എന്തായാലും ഇതിന് കഴിവുള്ളവർ രണ്ട് ഭാഗത്തു നിന്നുണ്ട്, കഴിവില്ലാത്തവരും ഉണ്ട് രണ്ട് ഭാഗത്ത്. അങ്ങനെ കരുതുമായിരിക്കും ഏറ്റവും ബെറ്റർ. തീർച്ചയായിട്ടും. പിന്നെ എനിക്കൊരു നോട്ടബിൾ ആയിട്ട് തോന്നിയത്, ഓക്കെ സായി ഡയറക്ട് ചെയ്തു, കഥ എഴുതി, അത്രയും സ്ട്രോങ് ആയിട്ട് ക്യാരക്ടർ ചെയ്തു. പക്ഷെ ഒരു കോറൈറ്റായിട്ട് ദേവചേട്ടൻ വന്നേക്കുന്നത് മെയിൻ. അപ്പൊ പൊതുവെ നമ്മൾ പറയാറുണ്ടല്ലോ ഡൗട്ട്ഫുൾ ആണ് ഒരു മെയിന് അത്രയും സ്ട്രോങ് ആയിട്ട് ഫീമെയിൽ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പലപ്പോഴും ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നാറുണ്ട്. അപ്പൊ ആ ഒരു ചാലഞ്ച് പറഞ്ഞ പോലെ കുറച്ചുകൂടി ചോദിച്ച ചോദ്യം വളരെ ഉള്ളത് തന്നെയാണ്. അതായത് നമുക്കിത് സ്ത്രീ വിരുദ്ധത എന്ന് പറഞ്ഞ സംഭവം അത് ആരുടെ ഇടയിലാണുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് രണ്ട് പക്ഷത്തുണ്ട്. സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കിടയിലുള്ളതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പല സ്ത്രീ വിരുദ്ധ സമരങ്ങളുടെ മുന്നിൽ നിർത്തുന്നത് സ്ത്രീകളെയാണ്. നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് ഞാനാണ് ഇതിന്റെ മുന്നിൽ ആ സമരത്തിന് ഉയർത്തുന്ന ആശയത്തെ പൊളിക്കുക എന്നുള്ളതാണ്. അപ്പൊ സ്ത്രീകളെ തന്നെ അതിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആശയത്തെ പൊളിക്കുക, സമൂഹത്തിന് മുന്നോട്ടുള്ള നടത്തത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ള ആണുങ്ങളുടെ തീരുമാനം തന്നെയാണ്. പക്ഷെ അത് ആണുങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങളാണെങ്കിലും സ്ത്രീകളും കൂടി അത് അത്തരത്തിൽ ചിന്തിക്കുന്നവരുണ്ട്. ഈ സിനിമയിൽ തന്നെ സായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കഥാപാത്രത്തിന്റെ ഒരു നോക്കിക്കഴിഞ്ഞാൽ മെയിൽ ഫീമെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഫീമെയിൽ ആയിട്ട് സ്ത്രീ വിരുദ്ധതയുള്ള കഥാപാത്രമുണ്ട്. ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ അത് റിവേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമ്മള് ഒരു സ്ത്രീ പക്ഷ സിനിമ ചെയ്യുന്നു എന്ന് കരുതി കഴിഞ്ഞാൽ അതിലുള്ള മെയിൽ ക്യാരക്ടേഴ്സിനെ എല്ലാം തെമ്മാടികളായിട്ട് കാണിക്കുക, സ്ത്രീകളെല്ലാം വളരെ നല്ലതായി കാണിക്കുക എന്നുള്ള രീതിയെ അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അത് തന്നെ ഞാൻ പറഞ്ഞത്, ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഉണ്ട് ഈ സ്വഭാവം. അതെ, ഈ സിനിമ എന്നാൽ തന്നെ നമ്മൾ റിയാലിറ്റി പോലെ തന്നെ സ്ത്രീകൾക്കിടയിലും സ്ത്രീ വിരുദ്ധതയുള്ളവരുണ്ട്, എന്നാൽ പുരുഷന്മാർക്ക് സ്ത്രീ വിരുദ്ധ ഇല്ലാത്തവരുണ്ട്. അങ്ങനെയുള്ള കഥാപാത്രം ഇതിനകത്തുണ്ട്. ഒരുപാട് പേര് കാണാറുണ്ട്. അതെ അതെ. ചിലത് പറയുന്ന കേട്ടിട്ടുണ്ട് ഏറ്റവും സ്ത്രീകൾ ശത്രുക്കൾ സ്ത്രീകളാണ് പലപ്പോഴും. സത്യമല്ലേ? ഇല്ല 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 ഇല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല. അത് മനസ്സിലാക്കൽ പോലെ ഇരിക്കും. ഇപ്പൊ ചേട്ടൻ എന്താ പറയാ ഇതിൽ ആക്ടറിന്റെ അപ്പുറം ഈ സിനിമയുടെ പ്രൊഡ്യൂസറും കൂടിയാണ്. അപ്പൊ ഇത്രയും ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തു, എങ്ങനെ അത് കേട്ടപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു? അത് സായും ദേവനും ആദ്യം എന്റെ അടുത്ത് വന്നത് ഞങ്ങളെ ഒരു സുരാജ് വെഞ്ഞാറും കൊണ്ട് ഡേറ്റ് ഉണ്ട്, അതിന് പറ്റിയൊരു സബ്ജക്റ്റ് ഉണ്ട്, അതിന് പറ്റിയൊരു പ്രൊഡ്യൂസറെ കണ്ടെത്തി തരാമെന്ന് ചോദിച്ചാണ് എന്റെ അടുത്ത് വന്നത്. അപ്പൊ ഞാൻ നേരെ എന്റെ അതൊരു ഫിലിം ബസാർ എന്ന് പറഞ്ഞ വെന്യൂ ആയിരുന്നു, അതൊരു പാർട്ടിക്കിടയിലാണ് സത്യം ഗോവയിൽ വെച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു സുരാജ് വെഞ്ഞാറും കൊണ്ട് പറ്റിയ പ്രൊഡ്യൂസർ അല്ലേ, തൊട്ടപ്പുറം നിൽക്കൊണ്ട് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചന്റെ പ്രൊഡ്യൂസർ കണക്ട് ചെയ്തു. പക്ഷെ എന്തുകൊണ്ടോ അത് പ്രോജക്റ്റ് നടന്നില്ല. പിന്നെ എന്റെ അടുത്ത് വന്നു, ഒരു വലിയ പടമുണ്ട്, സുരാജ് ചേട്ടന്റെ ഡേറ്റ് ഉണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞു എനിക്കൊരു വലിയ പടം ചെയ്യാൻ കഴിയില്ല, ചെറിയ ബഡ്ജറ്റ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ചെയ്യാൻ പറ്റും. അപ്പൊ സായി ഈ ഒരു സബ്ജക്റ്റ് എന്റെ അടുത്ത് വന്നു, കോട്ടയം അല്ലേ, കോട്ടയത്ത് വന്നാണ് സബ്ജക്ട് സാമാന്യ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവള് പറയുന്നത്. ഞാൻ പറഞ്ഞ വലിയ 5-10 കോടി ആ സാധനം തന്നെ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ സായി ഒന്ന് കഥ പറഞ്ഞു, കേട്ടു. ഞാൻ അപ്പം തന്നെ സായിയോട് പറഞ്ഞു, സായി എനിക്ക് ഇന്ന് ഒരു ദിവസം സമയം തരണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ കേട്ടു ഞാൻ ഇങ്ങനെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ ആലോചിച്ചു വേറെ എന്തെങ്കിലും സബ്ജക്റ്റുമായിട്ട്. കാരണം ഞാൻ അത്യാവശ്യം ഫസ്റ്റ് എല്ലാ സിനിമകളും കാണുന്നതാണ്. അപ്പം എന്തെങ്കിലും സാമ്യമുണ്ടോ ആസ് എ പ്രൊഡ്യൂസർ നമ്മൾ നോക്കുമല്ലോ. അപ്പൊ അങ്ങനെ നോക്കി, അതുപോലെ LGBT സബ്ജക്റ്റുകളുടെ പല ഇതും ഞാൻ നോക്കി സെർച്ച് ചെയ്തു. പക്ഷെ ഈ ഒരു ട്രീറ്റ്മെന്റ് മലയാള സിനിമയിൽ തന്നെ ഇന്ത്യൻ സിനിമയിൽ തന്നെ വന്നിട്ടില്ല. ഈ സായിപ്പം എടുത്തു വെച്ചിരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാല് ഇതുവരെ വരാത്ത ഒരു ട്രീറ്റ്മെന്റ് ആണ്. സബ്ജക്ട് ഓഫ് കോഴ്സ് കാതലാണ് ആകപ്പാടെ മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സാധനം. അപ്പം പക്ഷെ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇന്നേ വരെ എനിക്ക് ഇന്ത്യൻ സിനിമയിൽ തന്നെ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിന് കൈ കൊടുത്തത്. പിന്നെ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ പറയുമ്പോൾ എല്ലാവരും കൊമേഴ്ഷ്യൽ സിനിമ അതുപോലെ ഇൻഡിപെൻഡന്റ് സിനിമ എന്ന് പറഞ്ഞൊരു സെപ്പറേഷൻ ചെയ്യുന്നുണ്ട്. അതിലൊരു അവാർഡ് പടം, കൊമേഴ്ഷ്യൽ പടം. അപ്പൊ എനിക്ക് ഈ സെപ്പറേഷനെ ഒന്ന് ബ്രേക്ക് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമകളും കൊമേഴ്ഷ്യൽ സിനിമകളാണ്. ഏതാ ഞാൻ ചോദിച്ചു, ആടുജീവിതം 100 കോടി നേടിയ പടമാണ്, പക്ഷെ എന്നാൽ ഫെസ്റ്റിവൽ പടമാണെന്ന് ചോദിച്ചാൽ ഫെസ്റ്റിവൽ പടമാണ്, കൊമേഴ്ഷ്യൽ പടമാണെന്ന് ചോദിച്ചാൽ കൊമേഴ്ഷ്യൽ പടമാണ്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ഒരു ബാരിയറിനെ നമുക്ക് തകർക്കാൻ പറ്റില്ല?
ഇതൊരു അത്യാവശ്യം ഫെസ്റ്റിവൽ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പടമാണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ആണ്. എന്നാൽ കൊമേഴ്ഷ്യൽ പടമാണോ, തിയേറ്ററിൽ സക്സസ് ആക്കാൻ പറ്റിയ പടമാണോ എന്ന് ചോദിച്ചാൽ അതുമാണ്. ഞങ്ങളൊരു എനിക്ക് കൂടുതൽ ധൈര്യം കിട്ടിയത് ഞങ്ങൾ എറണാകുളം വിനീത തിയേറ്ററിൽ ഒരു റിവ്യൂ ഷോ നടത്തി. അപ്പൊ അത്യാവശ്യം ക്രിട്ടിക്സുകളെ LGBT കമ്മ്യൂണിറ്റി ആൾക്കാരൊക്കെ വിളിച്ചു. അപ്പൊ ഇവര് ലാസ്റ്റില് LGBT കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ അവസാനം പടം കണ്ടിട്ട് അവരുടെ കണ്ണിൽ നിന്ന് ആ ഒരു ടീയേഴ്സ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി സിനിമ വർക്കായി. ഞാൻ സായിക്ക് ചെന്ന് അപ്പൊ തന്നെ കൈ കൊടുത്തു. പിന്നെ നമുക്കും അറിയാമല്ലോ, നമ്മളുടെ കണ്ണും നിറയുമല്ലോ ഒരു ഇത് ഒരു ക്ലൈമാക്സ്, ആ ഒരു ഇമോഷണൽ. അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പിന്നെ ദ വെരി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടറെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഏറ്റവും നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടർ നമുക്ക് സജി നമ്പ്യാട്ടാണ്, ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സെക്രട്ടറി. സജി നമ്പ്യാട്ട് വഴിയാണ് ഞാനിത് തിയേറ്ററിൽ എത്തിക്കുന്നത്. അപ്പം 25 സ്ക്രീനുകൾ ഇപ്പൊ കൺഫേം ആയിട്ടുണ്ട്. കൂടുതൽ സ്ക്രീനുകൾ കിട്ടും. പിന്നെ പ്രേക്ഷകരുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. ഇത് ജൂലൈ 18-നാണ് റിലീസായിട്ട് വരുന്നത്. പിന്നെ ഇതൊരു സ്ത്രീ എന്ന നിലയിൽ വെല്ലുവിളി കൂടിയാണ് എനിക്ക് സിനിമ. ഈ സിനിമയുമായി ഞാൻ 15 വർഷത്തിലേറെയായി ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് FFKയിൽ മെമ്പർഷിപ്പ് എടുത്ത ഒരു സിനിമാ പ്രവർത്തിക്കായിട്ട്. പക്ഷെ ഒരു സിനിമ ചെയ്യണമെന്ന് കുട്ടിക്കാലം മുതൽ എൻ്റെ ഒരു മോഹമായിരുന്നു. പക്ഷേ സിനിമ ചെയ്യാനായിട്ട് ആദ്യം സമീപിച്ചപ്പോൾ ആദ്യം ഒരു പ്രൊഡ്യൂസർ എന്നെ കുറേ നടത്തിച്ച്, ഒരു 6 മാസക്കാലം എന്നെ നടത്തിച്ച് മാക്സിമം വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. രണ്ടാമത്തെ പ്രശസ്തനായ ഒരു പ്രൊഡ്യൂസർ, പേര് പറഞ്ഞാൽ നിങ്ങളൊക്കെ അറിയും, കുഞ്ചാക്കോ ബോബനെയൊക്കെ വെച്ച് വളരെ ഫേമസ് ആയ മൂവി എടുത്ത പ്രൊഡ്യൂസർ, അതുപോലെ തന്നെ 6 മാസം നടത്തിച്ച് എന്നെ കുത്തുപാള എടുപ്പിച്ചത് മാത്രമല്ല അപമാനിച്ച്. ഈ സുരാജേട്ടന്റെ ഡേറ്റ് ഉണ്ട്, സുരാജേട്ടന് പോലും സഹതാപം തോന്നിപ്പോയി. അങ്ങനെ എടുത്തിട്ട് അയാൾ എന്നെ വളരെ ചീറ്റ് ചെയ്തു. ആ പ്രൊഡ്യൂസർ കഴിഞ്ഞിട്ട് ഞാൻ ഡബിങ് മാറ്റി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, ആരെന്നെ ഹെൽപ്പ് ചെയ്യും, എങ്ങനെ ഞാൻ ഇരിക്കണമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ഈ സബ്ജക്റ്റായിട്ട് ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ അടുത്താണ് ആദ്യം പോയത്. അപ്പൊ ഭാഗ്യജി പൂർണ്ണമായിട്ട് എന്നെ നന്നായിട്ട് പിന്തുണച്ചു, ഒത്തിരി പ്രോത്സാഹനം തന്നു, ധൈര്യമായിട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് പ്രൊഡ്യൂസറെ തേടിക്കൊണ്ടപ്പോൾ എനിക്ക് തോന്നി ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഈ FFKയിൽ തന്നെയുള്ള ആളുകളാണ് നമ്മൾ ഇത്രത്തോളം നടത്തിച്ച് ബുദ്ധിമുട്ടിച്ചത്. അതിന് ആരും ഉത്തരവാദിയല്ല, യൂണിയനും ഉത്തരവാദിയല്ല. പക്ഷെ അതും ഞാൻ അതാ പറഞ്ഞ മനുഷ്യന്റെ ആണ് പെണ്ണെന്നൊന്നുമല്ല, മനുഷ്യന്റെ സംസ്കാരമാണ് അവിടെ പറയുന്നത്. അപ്പോഴാണ് ഞാൻ ജിബിലിനെ കണ്ടുമുട്ടുന്നതും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇതിന്റെ ഒരു വാശിയായിരുന്നു എനിക്ക് സിനിമ എത്രയും പെട്ടെന്ന് എടുക്കണം, എന്നെ അപമാനിച്ചവരുടെ മുന്നിൽ ഒറ്റയ്ക്കൊരു സിനിമ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതും അവരൊക്കെ 30, 40, 50 ദിവസം കൊണ്ട് 30 കോടി 10 കോടിയൊക്കെ ചെലവാക്കുന്നിടത്ത് നമ്മൾക്ക് മാന്യമായ രീതിയിൽ ഒരു സിനിമ എങ്ങനെ നിർമ്മിക്കാമെന്നുള്ളത് എനിക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ള വാശിയിലാണ് ഞാൻ ഈ പടം ചെയ്തത്. സിനിമ കണ്ടിറങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിന്റെ ക്വാളിറ്റിയും അതെങ്ങനെയാണോ ഉള്ളതെന്നുള്ളത്. പൊതുവെ മലയാളം സിനിമയിലെ ഡയറക്ടേഴ്സ് എടുത്തുനോക്കിക്കഴിഞ്ഞാല് അഞ്ജലി മേനോൻ, മോഹൻദാസ്, അങ്ങനെ വളരെ കുറച്ചുള്ളൂ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഫീമെയിൽ ഡയറക്ടേഴ്സ്. അപ്പൊ നിങ്ങൾക്കും നല്ലൊരു ഫീമെയിൽ ഡയറക്ടർ ആവണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. ആ ഒരു സിറ്റുവേഷനല്ല ഞാൻ വന്നത്. ഞാൻ പാലക്കാട് ഒരു ഗ്രാമപ്രദേശത്തിൽ നിന്ന് വന്ന, സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ട് സിനിമാ നടികളൊക്കെ എവിടെ മാനത്താണ് ജീവിക്കുന്നത്, കാരണം അങ്ങനെ ഒരു ലോകമാണെന്ന് കണ്ടുവരുന്നത്. എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എല്ലാ ആഴ്ച സിനിമ കാണാൻ പോകുമായിരുന്നു. ഒരു സിനിമ ഒരു ടാബ്ലറ്റ്സ് പോലെയായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്ന് വരുമ്പോഴാണ് അതിന്റെ ത്രില്ല്. ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനില്ല, ആരും നമുക്ക് റെക്കമെൻഡ് ചെയ്യാനില്ല, ആരും ഒരു ഗോഡ് ഫാദറും ഇല്ല. നമ്മളിങ്ങനെ തെണ്ടി നടന്ന് ലൊക്കേഷൻ വരെ തെണ്ടി നടന്ന് എല്ലാവരെയും പരിചയപ്പെട്ട് നേരിട്ട് പരിചയപ്പെട്ട് അത് മനസ്സിലാക്കി സാറിന്റെ അടുത്ത് നേരിട്ട് ചോദിക്കുക, സാറിന്റെ അടുത്ത് ഞാൻ നിന്നോട്ടേന്ന് ചോദിക്കുക, അപ്പൊ വരൂ നിൽക്കൂ എന്ന് പറയാ, അങ്ങനെ പഠിച്ചതാണ്. ആരും അതായത് ഫാമിലിയിൽ നിന്ന് പോലും നമുക്കൊരു സപ്പോർട്ടില്ല. പിന്നെ സുഹൃത്തുക്കൾ വഴി വന്ന് നമ്മളുടെ ആ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഇവിടെ വന്ന് ഇരിക്കാൻ കാരണമായത്. സൗഹൃദങ്ങൾ, അതിൽ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞത് എന്റെ സൗഹൃദം തന്നെയാണ്. സൗഹൃദം